കുഞ്ഞിച്ചോ മിനസാൻ നാനോ മെഷീൻ എപ്പിസോഡ് 15 മലയാളം മാൻ ഹു എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ നാനോ മെഷീൻ്റെ ഒരു ഹ്യൂജ് ഫാനായി എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 34ഓളം ചാപ്റ്റേഴ്സ് ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒത്തിരിയധികം ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ചുരുക്കം പറഞ്ഞാൽ ഏകദേശം 300 ചാപ്റ്റേഴ്സ് നാനോ മെഷീൻ ഇതുവരെ റിലീസായിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോങ് ഉള്ള ജേണി ആയിരിക്കും, പക്ഷേ ഈ ജേണി നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേർത്തായിരിക്കും. സോ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. എല്ലാ ദിവസവും നാനോ മെഷീൻ്റെ വീഡിയോസ് ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഇയോണും അവൻ്റെ മറ്റൊരു കോപ്പിയുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ തന്നെയാണ്. ഇതേ സമയം നമ്മുടെ യഥാർത്ഥ ഇയോണട്ടെ അവിടെ നിന്ന് മെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചുറ്റിന് പെട്ടെന്നാണ് ഒരു ക്യൂഐ പ്രത്യക്ഷപ്പെട്ടത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ഞെട്ടി എണീറ്റു. അല്ല, അതെന്തു വരുന്നു? എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആ ബാറ്റിൽ വീഡിയോ കാണുമായിരുന്നത്. പക്ഷേ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്കായോ? എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചായിട്ട് ബിഹേവ് ചെയ്യുന്നല്ലോ. ഇനി എങ്ങാനെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ഒന്നുകൂടെ മെഡിക്കേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവൻ ആ സത്യം മനസ്സിലായത്. എൻ്റെ ഇന്ത്യൻ പവേഴ്സ് 30 വർഷത്തിൽ നിന്ന് 40 വർഷത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഞാൻ ഒരു സ്റ്റിമുലേഷൻ കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും അവേക്കണായിരിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാനോട് സഹായമില്ലാതെ തന്നെ ഞാൻ എൻ്റെ ബോഡി അവേക്കൺ ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ സ്ട്രെങ്ത് കൊണ്ട് എനിക്കിനി ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് ഇനിയും ബെറ്റർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഓരോ ടെക്സ്റ്റും കൂടുതൽ ഷാർപ്പായിട്ട് മാറിയത്. ഇപ്പോൾ എനിക്ക് വായുവിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ തന്നെ മുറിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്ത്യൻ പവേഴ്സ് എൻ്റെ ശക്തിനെ വീണ്ടും ഉയർത്തിയിരിക്കുന്നു. അല്ല, പക്ഷേ ഇതെന്താണെന്നും പറഞ്ഞിട്ട് അവൻ തൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലായത്. അവൻ്റെ ക്യൂഐ അവൻ മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്നു. എനിക്ക് കംപ്ലീറ്റ്ലി ഒരു സേബർ ഫോം യൂസ് ചെയ്യാനുള്ള ഇന്ത്യൻ പവേഴ്സ് ഇപ്പോൾ മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അടുത്ത ഡിമോണിക് ഡ്രാഗൻ്റെ മാർബിൾ കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 60 വർഷത്തെ ഇന്ത്യൻ പവേഴ്സ് കിട്ടും. അതിനുശേഷം എനിക്ക് അത് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് യൂസ് ചെയ്യുന്ന സ്കില്ലുമായിട്ട് കോട്ടപ്പ് ചെയ്യാനും സാധിക്കും. ഞാനോ എത്ര നേരമായിട്ട് ഞാനിവിടെ നിൽപ്പുണ്ട്? ഏകദേശം 2 മണിക്കൂറായി മാസ്റ്റർ. 2 മണിക്കൂറോ? അത് കുറച്ച് കൂടുതലാണല്ലോ. അക്കാഡമിയിലെ ഡോമിലേക്ക് ചെന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ എൻ്റെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഞാനോ സാഫർ സ്റ്റോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഫോമും 45ാമത്തെയും പിന്നെ 56ാമത്തെ ഫോമും മാത്രം തൽക്കാലം ഇപ്പോൾ ബ്രെയിനിലേക്ക് വിടാമെന്ന് പറയാനടുത്ത് പെട്ടെന്ന് ഞാനോ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ പറയും ചെയ്യും, കോപ്, ഈ ഒരു സെൻസേഷൻ അത് എത്ര വന്നാലും മാറത്തില്ലല്ലോ. എൻ്റെ ബോഡിയിൽ ഇപ്പോഴും അത് പ്രശ്നം തന്നെയാണ്. അല്ല, ഞാനോ എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് ഏകദേശം എത്ര മണിക്കൂർ വേണ്ടി വരും? മാസ്റ്റർ, തങ്ങളെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് ഏകദേശം 10 മണിക്കൂറോളം വേണ്ടി വരുന്നതാണ് എൻ്റെ അനാലിസിസ് പറയുന്നത്. 10 മണിക്കൂറോ? അത് ശരിക്കും കൂടുതലാണല്ലോ. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് വെച്ച് നോക്കാറും അത് കൂടുതൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നാളെ കുറച്ച് നേരത്തെ ഞാൻ എഴുന്നേക്കേണ്ടി വരും. തൽക്കാലം ഇനി റൂമിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് അവൻ തന്നെ ഡോമിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ല, കുറെ പേരൊക്കെ മിസ്സിംഗ് ആണല്ലോ. എല്ലാവരും ട്രെയിൻ ചെയ്യുവാണോ? ഈ സമയത്താണ് ഹിയോബങ് അവിടേക്ക് വരുന്നത്. മൈലോഡ്, താങ്കൾ തിരിച്ചെത്തിയല്ലേ? അല്ല, ഇവൻ എനിക്ക് തോന്നുന്നു അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് വെച്ച് നോട്ട് എഴുതി മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്തെങ്കിലും യൂസ്ഫുൾ ആയ ഡിസ്കവറീസ് കണ്ടുപിടിച്ചോ? ഇത് ജസ്റ്റ് 2 മാർഷൽ ആർട്ട് ക്ലാസ് മാത്രമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫിസ്റ്റ് ടെക്നിക്ക് അത്ര നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കിക്കിംഗ് ടെക്നിക്കിലേക്ക് മാറുവാണ്. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതി ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ പിറ്റേ ദിവസമായി വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. പേഴ്സണൽ ട്രെയിനിങ് റൂമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇയോണട്ടെ അവിടെ കിടക്കുമായിരുന്നു. ഈ സമയത്ത് ഞാൻ പറയും ചെയ്യും, ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ലിഫ്റ്റിംഗ് അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ അവൻ ഞെട്ടി എണീക്കുന്നുണ്ട്. അത് മാത്രമല്ല അവന് ശരിക്ക് ഛർദ്ദിക്കാൻ വരികയും അവൻ കുറേയധികം ഛർദ്ദിച്ച് താഴിടുകയും ചെയ്യും. ഇപ്പോഴാണ് ചെറിയ ആശ്വാസമായത്. എത്രയൊക്കെ വന്നാലും ഈ ഒരു പാട്ട് അത് ശരിക്കും പാട് തന്നെയാണ് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളൊന്ന് ചുരുട്ടിയപ്പോഴാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത് അവന് ശരിക്കും മനസ്സിലായത്. എൻ്റെ പവേഴ്സ് അത് ഹോൾ ന്യൂ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് പഠിച്ചതിന് ശേഷം കമ്പയർ വെച്ച് നോക്കാറുണ്ട് ഇത് ശരിക്കും മറ്റ് ലെവലിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ തൻ്റെ ഉടുപ്പൂരി നോക്കുകയും ചെയ്യും. അപ്പോഴാണ് അവൻ്റെ മസിൽസും കംപ്ലീറ്റ്ലി ചേഞ്ച് ആയ കാര്യം എനിക്ക് മനസ്സിലായത്. അല്ല, ഇതൊക്കെ എൻ്റെ മസിൽസ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ മസിലൊക്കെ ഒന്ന് കുത്തി നോക്കുകയും ചെയ്യും. ഈ സമയത്താണ് അവൻ തൊട്ട് സൈഡിലുള്ള ആ ഒരു മതിലേക്ക് ഒന്ന് നോക്കിയത്. എന്നിട്ട് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ്റെ ഫിസ്റ്റ് ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഇതേ സമയം മറ്റൊരു സൈഡിലായിട്ട് നമ്മുടെ ഗ്രൂപ്പ് 6ന്റെ ലീഡറിന് മെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും സ്ട്രോങ്ങറായി മാറിയിട്ടില്ല. മുഖിയത്തിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് കുറച്ച് അറ്റാക്സ് കിട്ടി. പിന്നെ സേബർ സെക്കിലെ ആ ഒരു ബ്രാറ്റ് അവൻ കംപ്ലീറ്റ്ലി പവർഫുൾ ആണ്. അവനെ വെച്ച് നോക്കാത്ത ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഇയോൺ അവൻ വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഇനി ബിഗ്ഗറായിട്ട് തന്നെ ഡ്രീം ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് അവരെയൊക്കെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു വാള് ക്രാക്കാനായിട്ട് തുടങ്ങി ഒരു വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടാകുന്നത്. പുറത്ത് ഗാർഡിന് വേണ്ടി നിന്ന ബാക്കിയുള്ള ഗാർഡ്സും ഞെട്ടിത്തെരിച്ചു. അടുത്ത സെക്കൻഡിലാണ് അവൻ ചോരയൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് വീണത്. കോപ്പ്, ഇത് രാംബുഷാണോ? പക്ഷേ ആരെന്ന് ചോദിക്കുന്നിടത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. അയ്യോ,
നായേ നീയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവന്റെ ബോധം പോവുകയും ചെയ്യും. ഇത് നിനക്കൊക്കെ തന്നിരിക്കുന്നത് ഒരു പ്രാക്ടീസിന് വേണ്ടിയുള്ള പേഴ്സണൽ റൂമായിട്ടാണ്. അവിടെ നീ ഒരു ഹോള് തന്നെ ഇട്ടിരിക്കുന്നു. നിനക്കൊന്നും ബുദ്ധിയില്ലേ? സ്റ്റുഡന്റ് 108 ഇപ്പോഴും ജിക്കനോടുള്ളത് നിന്റെ ഭാഗ്യമാണ്. അത് മാത്രമല്ല നീ ആയതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് എന്നോട് ക്ഷമിക്കണം സാർ. അതേപോലെ തന്നെ ഇനി ഒരു വട്ടം കൂടെ നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഈ ട്രെയിനിങ് റൂം യൂസ് ചെയ്യേണ്ട പറ്റത്തില്ല. നിന്നെ കംപ്ലീറ്റ്ലി ഇവിടുന്ന് ബാൻ ചെയ്യുന്നതായിരിക്കും. അത് നീ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പോവുകയും ചെയ്യും. ഒരു സെഞ്ചുറി സ്റ്റോൺ വാളിലേക്കാണ് അവൻ തന്നെ ബെയർ ഹാൻഡ് യൂസ് ചെയ്ത് ഇത്രയും വലിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം അവൻ എന്റെ പീക്ക് ഇന്ത്യൻ പവേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണോ? ഞാൻ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് സ്ട്രോങ്ങറായി മാറിയത്? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് അവിടെ ഇത്ര വലിയ ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. അത് താങ്കളുടെ മസിൽസും ഫൈബേഴ്സും ടെൻഡൻസും അതിന്റെ ലിമിറ്റിൽ എത്തിയോണ്ടാണ്. ലിമിറ്റിലോ? അതെ, താങ്കൾക്കിപ്പോൾ ഷീറുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. അത് യൂസ് ചെയ്താണ് താങ്കൾ അത് ഡിസ്ട്രോയ് ചെയ്ത് തന്നെ. അല്ല, ഷീറുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നിടത്ത് ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് എന്നാണ് പറയുന്നത്. എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ഫുൾ പൊട്ടൻഷ്യലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് മേളിൽ താങ്കളുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ്. താങ്കൾ ഗ്രോ ചെയ്യുന്നിടത്ത് താങ്കളുടെ ലെവൽ ഇനിയും കൂടുന്നതായിരിക്കും. അതുകൊണ്ട് താങ്കൾക്ക് ഇനിയും മുകളിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് എനിക്ക് ഇനി ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. അതെ മാസ്റ്റർ. അത് കേട്ടാൽ മതി. ഞാൻ ഓർത്ത് ഞാൻ ശരിക്കും പെട്ടുപോയെന്ന്. പിന്നെ കാണിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ആണ് ഈ പേഴ്സണൽ ട്രെയിനിങ് റൂമിന്റെ. ഇതേ സമയത്ത് തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചാണ് ഇതൊക്കെ ഒന്ന് മാസ്റ്റർ ചെയ്തെടുക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതെല്ലാം എൻ്റെ ബ്രെയിനിലേക്ക് സെൻഡ് ആകുവാണ്. ഞാൻ നമ്മുടെ ഡിമോണിക് ഗ്ലോഡിൻ്റെ അൾട്ടിമേറ്റ് ടെക്നിക്കാണ് ഇനി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി നെർവസ് ആണ്. കുഴപ്പമില്ല, അൾട്ടിമേറ്റ് സോട്ട് ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ നേരെ ആദ്യം ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാതെ പറഞ്ഞിട്ട് വീണ്ടും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇതെന്താണിത്? എനിക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും 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 അവിടെ ഇരുന്നുകൊണ്ട് ഓരോ ടെക്നിക്സ് ഒക്കെ ചെയ്തു നോക്കും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ പറയും ചെയ്യും, ഫൈനലി ഇപ്പോഴാണ് എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് സാധിച്ചത്. ഓരോ തവണ ചെയ്യുന്ന നേരത്ത് അത് വീണ്ടും പെർഫെക്റ്റ് ആയിക്കൊണ്ട് വരുമായിരുന്നു. അൾട്ടിമേറ്റ് സോട്ട് ടെക്നിക്ക് കംപ്ലീറ്റ് ഞാൻ കാണാൻ നേരത്ത് അത് അൺപോളിഷ്ഡ് ആയിരുന്നു. പക്ഷേ ഓരോ സമയം ഞാൻ യൂസ് ചെയ്യുന്ന നേരത്ത് വീഡിയോ റെഫറൻസ് യൂസ് ചെയ്യുന്ന നേരത്ത് അത് വീണ്ടും മുമ്പിലേക്ക് പൊക്കൊണ്ടേയിരുന്നു. ഈ സമയം തന്നെ ഞാൻ 2 അവതാറിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ഒരു നോർമൽ അവതാറും 2 അവന്റെ അവതാരമായിരുന്നു. സംഭവം വേറൊന്നും കൊണ്ടല്ല, അത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇത്തവണ അത് ചെയ്യാൻ നേരത്ത് അവൻ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ ഇത് തന്നെയാണ് വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മൂവ്സ് കംപ്ലീറ്റ്ലി അൺനാച്ചുറൽ ആണല്ലോ. അവതാർ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എവിടെയാണ് പ്രശ്നം പറ്റുന്നത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? കോപ്പ്, ഇത് ജസ്റ്റ് ഒരു കോഡിഫൈങ് ഉള്ള ഫൈറ്റിംഗ് ഫോമല്ലേ? അതുപോലെ എനിക്ക് അല്ല, എൻ്റെ ക്യൂഐ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ഫോമെങ്കിലും എനിക്ക് അല്ല, എൻ്റെ ക്യൂയുടെ ഫ്ലോ അത് തന്നെയാണ് കാര്യം. കോപ്പ്, ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. ആദ്യത്തെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ക്യൂ ഫ്ലോ കൊണ്ട് മാത്രമല്ല ഞാനിത് അച്ചീവ് ചെയ്തത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. പക്ഷേ ഈ ഒരു ഡിസ്കവറി ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ക്യൂ ഫ്ലോ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു ടെക്നിക്കിന് വേണ്ടി ഞാനത് മാറ്റേണ്ടത്? പെട്ടെന്നാണ് അവൻ ആ കാര്യം ഓർമ്മ വന്നത്. ഞാനോ ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു സാഫയർ സ്റ്റോണിന്റെ ഫ്രണ്ട് ഭാഗം നിനക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും പറഞ്ഞിട്ട് പെട്ടെന്ന് അതവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഡീകോഡ് ചെയ്ത് പറയുമോ? വലിയ കാറ്റ് വീശാൻ നിർത്ത്, ആകാശങ്ങൾ മുകളിലേക്ക് ഉയരാൻ നിർത്ത്, ഞാൻ എൻ്റെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് കടലിനെ റൂൾ ചെയ്യാൻ നിർത്ത്, തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വരാൻ നിർത്ത്. എൻ്റെ 4 വീരന്മാരായുള്ള ഭടന്മാര് എൻ്റെ നാടിനെ 4 മൂലയിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഇവിടെ എന്തെങ്കിലും ക്ലൂ കാണുന്നതായിരിക്കുമോ? മാസ്റ്റർ, ഇത് ഹാൻ ഡൈനാസ്റ്റിയിലുള്ള ഒരു ഏൻഷ്യൻ പോയമാണ്. ഏൻഷ്യൻ പോയമോ? പക്ഷേ ഏൻഷ്യൻ പോയം എന്തിനാണ് ഡിമോണിക് ലോഡ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതും തനിയെ തന്നെ. അല്ല, ഇനി എങ്ങനെ ഡിമോണിക് ലോഡ് അതൊന്നും ആയിരിക്കത്തില്ല. ഞാനോ നിനക്കിത് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്ലൂസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ, എല്ലാ ക്യാരക്ടേഴ്സിന്റെ തൊട്ട് താഴത്തായിട്ട് ഓരോരോ കുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ മൈന്യൂട്ട് ഹോൾസ് ആണ്. ശരിയാണല്ലോ, നന്നൊരു ക്ലോസപ്പ് കാണത്ത് ഓരോന്നിൻ്റെ അകത്തും പല പല ഹോൾസ് ആണല്ലോ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്തായിരിക്കും അർത്ഥമാക്കുന്നത്? ഈ ഹോൾസ് അല്ല, ഇതെങ്ങനെ പ്രഷർ പോയിന്റ്സ് ആയിരിക്കുമോ? ഇവിടെ 4 ഹോൾസും ഉണ്ട്, 4 പ്രഷർ പോയിന്റ്സിലായിരിക്കുമോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അല്ല, പറഞ്ഞതുപോലെ ഞാനൊരു സാധനോടി ഞാൻ പ്രഷർ പോയിന്റ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിച്ചതാണല്ലോ. ശരിയാണ്, 4 പ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത് ബേ ടൈൽ പ്രഷർ പോയിന്റ് ആണ്. പക്ഷേ അവിടെ വെച്ചുകൊണ്ട് മാത്രം ക്യൂ ഫ്ലോസ് ഒക്കെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കുമോ? കാര്യം അത് ലോവർ അബ്ഡോമനിലല്ലേ ഉള്ളത്. അതിന് പകരം അവിടെ 7 അല്ലേ വരേണ്ടത്? അല്ല, പറഞ്ഞത് ശരിയാണല്ലോ. 4 ഹോൾസിന് പരമായിട്ട് ഈ ക്യാരക്ടേഴ്സ് 3 വള്ളിയുണ്ട്. അതിനർത്ഥം 7. അടുത്ത ക്യാരക്ടറിനെ വിൻഡ് റെപ്രസെന്റ് ചെയ്യുന്നു, അടുത്തതിനെ കടൽ. അങ്ങനെ അവൻ ഓരോരോ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി യെസ്,
യെസ്, എനിക്ക് മനസ്സിലായി. എനിക്ക് QA സീക്രട്ട് ഫ്ലോ എന്തെന്ന് മനസ്സിലായി. ഞാനൊരു ജീനിയസ് എന്ന് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ട്. ഈ അലർച്ച ആ ട്രെയിനിങ് റൂമിന്റെ പുറത്ത് കേൾക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം അവനാട്ടെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഇറങ്ങുമായിരുന്നു. എത്രയും പെട്ടെന്ന് പേഴ്സണൽ റൂമിലേക്ക് ചെന്നിട്ട് എനിക്ക് ആ ടെക്നിക്ക് ഒന്ന് ലേൺ ചെയ്തെടുക്കണം. പെട്ടെന്നായിരുന്നു ഒരുതൻ വിളിക്കുന്നത് യങ് ജിയോൺ. ഞാൻ ആദ്യം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഞാൻ സ്റ്റുഡന്റ് 200 യോംപാ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് താങ്കളുമായിട്ട് ഒന്ന് സ്പാർ ചെയ്യാനായിട്ട് സാധിക്കുമോ? സ്പാറിംഗ് മാച്ചോ? അത് ഞാനും നീയുമായിട്ട്? പക്ഷേ എന്തിന്? എനിക്കൊന്നും കഴിയില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് തിരിഞ്ഞ് പോവുകയും ചെയ്യും. അയ്യോ അങ്ങനെ പറയല്ല പ്ലീസ്, കഷ്ടമുണ്ട്. എനിക്കറിയാം സെൽഫിഷാണെന്ന്. പക്ഷേ താങ്കളത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത എക്സാമിനേഷനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ എനിക്ക് താങ്കൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ അവർ രണ്ടുപേരും നിൽപ്പുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തിനാണ് ഇത്തരം വാല്യുബിൾ ഉള്ള ഇൻഫർമേഷൻ എനിക്ക് തരുന്നതെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. സ്കിൽസോ? താങ്കൾ വോണ്ടിയുടെ ആം കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ സ്കിൽസ് താങ്കളുടെ മേത്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനായിട്ടാണ്. ഓ എങ്ങനെ ഇങ്ങോട്ട് വാ. അടുത്ത സെക്കൻഡ് തന്നെ അവൻ നേരെ റഷ് ചെയ്തുകൊണ്ട് ഇയോനെ അറ്റാക്ക് ചെയ്തിട്ട് വരും. പക്ഷേ അവൻ ചെയ്ത അറ്റാക്ക് ഇയോൻ കംപ്ലീറ്റ്ലി പെട്ടെന്ന് ഡോഡ്ജ് ചെയ്ത് മാറുകയും ചെയ്യും. എന്തൊക്കെ ചെയ്തിട്ട് അവൻ ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. നീ ശരിക്കും സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തൻ്റെ കൈയൊന്ന് ഉയർത്തിയിട്ട് ഒരൊറ്റ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുകയും അവൻ ചോര ശ്രദ്ധിച്ചുകൊണ്ട് ദൂരത്ത് പോയി തെറിച്ച് വീഴുകയും ചെയ്തു. ഞാൻ കൂടുതൽ പവർ യൂസ് ചെയ്തിരിക്കുന്നു. അവൻ ചത്തൊന്നും കാണത്തില്ലല്ലോ. കോപ്പ്, എനിക്ക് വേദന കുറച്ച് എഴുതിയേക്കാൻ പറ്റുന്നില്ല. അവനെൻ്റെ ട്രൂ സ്കിൽസൊക്കെ ഹൈഡ് ചെയ്യുമായിരുന്നു. ഞങ്ങളോട് താങ്കൾ ശരിക്കും സ്ട്രോങ് ആണ്. ഹോളി ബ്ലഡിൽ താങ്കളുടെ ഉള്ളിൽ തന്നെയുണ്ടല്ലേ? എനിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി. താങ്കൾ എങ്ങനെ പോലും ഒരു ഫസ്റ്റ് റേറ്റ് മാസ്റ്ററിൻ്റെ അത്രയും തന്നെയാണ്. ഇനി ഞാൻ പ്രോമിസ് ചെയ്തത് പറയാം. അതിനു മുമ്പ് നീ എന്തിനാണ് ഞാനോട്ട് സ്പാർ ചെയ്തെന്ന് പറയണം. ഇവിടെ സ്പാർ ചെയ്തുകൊണ്ട് നിനക്ക് എന്താണ് ഇവിടെ ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു സ്കില്ല് ടെസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു. നിന്റെ സ്കില്ലോ അതോ എൻ്റെ സ്കില്ലോ? സത്യം പറഞ്ഞാൽ രണ്ടും. ഇത് തേർഡ് എക്സാമിനേഷന് വേണ്ടിയാണ്. തേർഡ് എക്സാമിനേഷന് വേണ്ടി എന്തിനാണ് നീ ഞാനോട്ട് സ്പാർ ചെയ്ത് എൻ്റെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നത്? അത് തേർഡ് എക്സാമിനേഷൻ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗ്രൂപ്പ് ടെസ്റ്റോ? അക്കാഡമി ഡെപ്യൂട്ടി തന്നെ പറഞ്ഞല്ലേ ഇനി ഗ്രൂപ്പ് ടെസ്റ്റ് ഒന്നും കാണത്തില്ലെന്ന്. അത് ശരിയാണ്. പക്ഷേ തേർഡ് എക്സാമിനേഷൻ സെക്കൻഡ് എക്സാമിനേഷനെ പോലെ ആയിരിക്കത്തില്ല. ഇവിടെ പേഴ്സണലി ഒരാളുടെ കേപ്പബിലിറ്റീസ് ആയിരിക്കും ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ ഗോളെന്ന് പറയുന്നത് ഒരു ഹയർ വാരിയർ ആയോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാനാണ്. ഒരു ഫസ്റ്റ് റൈറ്റ് മാർഷൽ ആർട്സിന് 30 yearsൻ്റെ ഇന്റൽ പവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫസ്റ്റ് റൈറ്റ് മാസ്റ്റേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അവരെ കണ്ടുപിടിക്കാനായിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല എങ്കിൽ പറയുവാണെങ്കിൽ സെക്കൻഡ് എക്സാമിനേഷൻ പാസ്സായാലും 10ൽ 2 പേരെങ്കിലും ഒരു ഫസ്റ്റ് റേറ്റ് മാസ്റ്റേഴ്സ് ആയിരിക്കുമല്ലോ. ഇതിനെന്തെങ്കിലും ഗുണമുണ്ടോ? അത് മാത്രമല്ല ഡിമോണിക് മാർബിൾ കഴിക്കാൻ നേരത്ത് 30 വർഷമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാൻ പറ്റുമല്ലോ. അത് ശരിയാണ്. ഡിമോണിക് മാർബിൾ കഴിക്കാൻ നേരത്ത് 30 വർഷത്തൊക്കെ എല്ലാവർക്കും ഇന്നൽ പവേഴ്സ് കിട്ടും. പക്ഷേ അതേപോലെ തന്നെ അവരെല്ലാവരും മിസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറുണ്ട്. മനസ്സിലായി, ഫസ്റ്റ് റേറ്റ് മാർഷൽ ആർട്സിൻ്റെ നോളജ് അല്ലേ? എക്സാക്ട്ലി. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് എല്ലാവരും ഉള്ളത്. അവിടെ സെക്കൻഡ് റേറ്റ് മാർഷൽ ആർട്സിൻ്റെ നോളജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റുഡൻസും ഇവിടെ ഫെയിൽ ആകുന്നതായിരിക്കും. പക്ഷേ അത് മാത്രമല്ലെന്നാണല്ലോ എൻ്റെ മനസ്സ് പറയുന്നത്. ശരിയാണ്, അത് മാത്രമാണെങ്കിൽ കൂടിയും പലരും ഇവിടെ പാസ്സാകുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആകുന്നതായിരിക്കും. എൻ്റെ അച്ഛൻ പറഞ്ഞു വെച്ച് നോക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റ് റേറ്റ് മാർഷൽ ആർട്സ് മാത്രം നോക്കിയാൽ പോരാ, ഇവിടെ മറ്റൊരു കാര്യം കൂടെ നോക്കും. 7 ഡീമൺ സോർട്ട് ടെക്നിക്ക്. ഈ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ദി സോർട്ട് ഡീമൺ ഡീകെമിറ്റിംഗ് ഫോർമേഷൻ ടെക്നിക്ക് ആയിരിക്കും ഇവർ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ദി സോർട്ട് ഡീമൺ ഡീകെമിറ്റിംഗ് ഫോം, ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. യങ് മാസ്റ്റർ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേറ്റസ്റ്റ് അല്ല സോർട്സ്മാൻ ആണ്. പുള്ളിക്കാരൻ നമ്മുടെ ഡിമോണിക്കിലൂടെ രണ്ടാമനാണെന്ന് പറയാൻ സാധിക്കും. പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത് ഒരു 18 പേരുള്ള ഒരു അറ്റാക്കിംഗ് ഫോമാണ്. പക്ഷേ 18 അത് 108 ആയാലും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അത് മിസ്റ്റീരിയസ് 7 ഡീമൺ സോർട്ട് ടെക്നിക്ക് എന്ന് പറയപ്പെടുന്നത്. എന്തായാലും അതൊരു ഫസ്റ്റ് റൈറ്റ് മാർഷൽ ആർട്ടാണെങ്കിൽ കൂടിയും അത് 12 പേര് യൂസ് ചെയ്ത 12 പേരുള്ള ഒരു ഫോമായിട്ടും 36 പേര് യൂസ് ചെയ്ത 36 പേര് അടങ്ങുന്ന ഒരു ഫോമായിട്ടും ഈവൻ 108 പേര് യൂസ് ചെയ്ത് അത് 108 പേര് യൂസ് ചെയ്യുന്ന ഒരു ഫോമായിട്ടും മാറും. ചുരുക്കം പറഞ്ഞാൽ ഒരു ഓർഡിനറി ഫസ്റ്റ് റൈറ്റ് ഫോം എന്ന് പറഞ്ഞ് ഒരു വാർ ഫോർമേഷനായിട്ട് മാറുന്നതായിരിക്കും. അത് അത്രത്തോളം മികച്ച ഒരു ഫോമാണ്. എനിക്ക് മനസ്സിലായി 12 പേര് യൂസ് ചെയ്യുന്ന ഫോമാണെങ്കിൽ കൂടിയും അതിന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. അതിനർത്ഥം അതൊരു ട്രാൻസ്ജെൻഡർ മാസ്റ്ററിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമായിരിക്കും. എൻ്റെ ഫാദർ പറഞ്ഞത് 12 പേര് അടങ്ങുന്ന ഗ്രൂപ്പായിട്ട് ഇവിടെ തിരിക്കേണ്ടതായിരിക്കുമെന്നാണ്. 12 പേരോ? അതെ, അത് ബേസിക്കുള്ള ആ ഒരു ഫോർമേഷന് വേണ്ടിയുള്ള ആളെണ്ണമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് റേറ്റ് മാസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നീ ഇവിടെ സ്പാർ ചെയ്തത് എനിക്ക് ആ സ്കില്ലുണ്ടോയെന്ന് അറിയാനായിട്ടാണ്. സത്യം പറഞ്ഞാൽ ആണെന്ന് തന്നെ പറയാം. എനിക്ക് എന്തായാലും ഒറ്റയൊരു ക്വാളിഫയിങ് ഫൈറ്റിംഗ് ഫോം കണ്ടുകൊണ്ട് എനിക്കൊരിക്കലും താങ്കളുടെ സ്കില്ല് പറയാൻ സാധിക്കത്തില്ലായിരുന്നല്ലോ. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, താങ്കൾ അടുത്ത എക്സാമിനേഷന് കംപ്ലീറ്റ്ലി ക്വാളിഫൈഡ് ആണ്.
അപ്പോൾ നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ നിന്റെ കൂടെ കൂടണമെന്നാണോ? ഒരിക്കലുമല്ല. ഈ എക്സാമിനേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടർ എന്ന് പറയുന്നത് തേർഡ് എക്സാമിനേഷന് വേണ്ടി ഓരോ സ്റ്റുഡൻസും അവരുടേതായ രീതി സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് അവരുടേതായ രീതി മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ട് വേണം മുന്നിലേക്ക് വരാനായിട്ട്. അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് 6 ഇയേഴ്സിലെ യങ് മാസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്കും ഇവിടെ ഓർഡിനറി സ്റ്റുഡൻസിന് വലിയ പ്രാധാന്യമൊന്നും കാണത്തില്ല. അതിനർത്ഥം ഇത് മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ ബാറ്റിലെ ഒരു എക്സ്റ്റൻഷൻ തന്നെയായിരിക്കും എന്നാണ്. സോ ബാക്കിയുള്ള കുട്ടികൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള 6 പേരുടെ കീഴിൽ വന്ന് കയറണം. അപ്പോൾ നിന്റെ റിക്വസ്റ്റ് വെച്ച് നോക്കരുത് ഞാൻ നിന്റെ കൂടെ ചേരണമെന്നാണോ? സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റിനനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഓരോ ടീമിലും ഓരോ ഗ്രൂപ്പിലും അത്രത്തോളം സ്കിൽഫുൾ ഉള്ള ആൾക്കാർ വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം പാസ്സാകത്തുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് ഞാനാണ് യങ് മാസ്റ്റർ. അത് വേണ്ടായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ലീഡറായി മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. താങ്കളുടെ സെക്കൻഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് അത്രത്തോളം മികച്ചതായിരുന്നു. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. സെക്കൻഡ് എക്സാമിനേഷൻ്റെ പൊസിഷൻ വെച്ച് നോക്കാത്ത ഞാൻ ചിലപ്പോൾ ലീഡറാകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ എന്തൊരു ഉടായ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ആ മെത്തേഡ് യൂസ് ചെയ്യണം. അല്ല, എന്തുകൊണ്ട് നിനക്ക് ബാക്കിയുള്ള 6 സെറ്റ്സിലേക്ക് പോകാൻ സാധിക്കുമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വന്നത്? അത് ഞാൻ സത്യം പറഞ്ഞാൽ താങ്കൾ ഒഫൻഡ് ആകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ താങ്കളെ മാത്രമല്ല ഷാഡോ സെറ്റിലെ സോർട്ട് സെറ്റിലെ ആൾക്കാർക്ക് തിരക്കിയിരുന്നു. അത് ഇനി നീ റിജക്ട് ചെയ്യപ്പെട്ടോ? അതെ. അപ്പോൾ ഞാൻ നിന്റെ ബാക്കപ്പ് ഉള്ള പ്ലാനാണോ? ഒരിക്കലുമല്ല. ഞാൻ താങ്കളെ ഷാഡോ സെറ്റിലെ സേബർ സെറ്റിൻ്റെ ഒപ്പം തന്നെയാണ് നിർത്തിയിരുന്നത്. ഞാൻ അവസാനം ഇവിടേക്ക് വന്നെന്ന് മാത്രം. അങ്ങനെയാണോ? യങ് മാസ്റ്റർ, ഞാൻ താങ്കളുടെ കംപ്ലീറ്റ് സബോർഡിനേറ്റ് ആകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞ താങ്കൾക്ക് എന്നെ വേണമെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ അത്ര നാൾ താങ്കൾ എന്നെ കൂടെ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ സമയത്ത് അവൻ നൈസിൽ ഒന്ന് ചിരിക്കുകയും ചെയ്യും. ശരിക്കും താങ്ക് യു യങ്ങിനോടെന്ന് പറഞ്ഞ് അന്ന് എന്നെ മുട്ടുകുത്തിയപ്പോഴാണ് ഇവൻ പറഞ്ഞത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല എന്നാണ്. പിന്നെ കാണിക്കുന്ന ഇവൻ പോകുന്നതാണ്. ഞാനോ അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ നീ ഒന്നുകൂടെ അനലൈസ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും. അവൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ 45% കള്ളമുണ്ടെന്നാണ് കാണാനായിട്ട് സാധിച്ചത്. ഇത് കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. പക്ഷേ അവൻ ഓരോ കാര്യങ്ങൾ പറയാൻ നേരത്ത് അതിന്റെ ശതമാനം കൂടിക്കൊണ്ടിരുന്നു. അവസാനം 62% എത്താനും സാധിച്ചു. ഇത് മേറുള്ള ഒരു പ്രോബബിലിറ്റിയാണ്. പക്ഷേ എങ്കിലും അവൻ കള്ളം പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി അവൻ സേവർ സെക്ടറിന്റെ കൂടെയാണ് എന്നെ വെച്ചിട്ടുള്ളതെന്ന് പറയാൻ നേരത്ത്. എന്തായാലും ബാക്കിയുള്ള യങ് മാസ്റ്റേഴ്സിനൊക്കെ അവൻ എന്തായാലും അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് കാണാം ഇനി എന്ത് സംഭവിക്കുമെന്ന്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സൈഡാണ്. അവിടെ 2 പേർ നിൽപ്പുണ്ടായിരുന്നു. അവൻ നോ പറഞ്ഞോ? അതെന്തായാലും കൊള്ളാതെ പോണ്ട്. അവനെ കിടന്ന് പൊട്ടിച്ചിരിക്കുവാണ്. അത് മറ്റാരുമില്ല, നമ്മുടെ യൂച്ചാനായിരുന്നു. അവന് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നിന്റെ ഉള്ള ഇൻഫർമേഷൻ എല്ലാം മേടിച്ചിട്ട് അവൻ നിന്നെ റിജക്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്ലാൻസ് ഒക്കെ ഇവിടെ റൂയിനായല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അവൻ അവസാനം ആളെ കിട്ടാൻ നിർത്ത് നിന്നെ അതിൻ്റെ അകത്തേക്ക് കയറ്റണമായിരുന്നു. പക്ഷേ ഇനി എങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് വിട്ടേക്കാം. യങ് മാസ്റ്റർ പ്ലീസ് ഒരു ചാൻസ് കൂടെ തന്നാൽ മതി. എൻ്റെ ഇനിയും കുറെ പ്ലാൻസ് ഉണ്ട്. ഞാൻ ഉറപ്പായിട്ടും ഇത് സക്സസ്ഫുൾ ആകുന്നതായിരിക്കും. വേണ്ട, അതിൻ്റെ കാര്യം ഉണ്ടാകുന്ന ഇനി എനിക്ക് തോന്നുന്നില്ല. നീ എന്തായാലും പെട്ടെന്ന് പോയി നിനക്കൊരു ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് നോക്ക്. ഗ്രൂപ്പ് കണ്ടുപിടിക്കണം കേട്ടോ? അല്ല, അപ്പോൾ താങ്കൾ എന്നെ പോടാവുന്നു. ഒന്നാമത് തന്നെ എൻ്റെ ഗ്രൂപ്പിൽ കുറേ എണ്ണം ഉണ്ട്. അവന്മാരെങ്ങനെ ഒഴിവാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നെ കൂടെ വലിച്ചിടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കെന്തായാലും നിന്നെ പോലുള്ള കീടങ്ങളെ ആവശ്യമില്ല. മര്യാദക്ക് എഴുന്നേറ്റ് ഇവിടുന്ന് പോകാൻ നോക്ക്. ഈ സമയത്ത് തന്നെ അവൻ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയിരുന്നു. ഇയോൻ പറഞ്ഞ ഒറ്റ അറ്റാക്കിൽ ഇയോൻ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുവച്ച് നോക്കാനടുത്ത് അവൻ ശരിക്കും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി നോർമൽ അല്ല. ഇത് ലക്കാണോ അതോ ഇനി എൻ്റെ സ്കില്ലാണോ എന്ന് എന്തായാലും കണ്ടുപിടിക്കണം. പിന്നെ കാണിക്കുന്നത് ആ ഒരു ട്രെയിനിങ് റൂമാണ്. ബേസിക്കലി പറഞ്ഞാൽ ഞാനിവിടെ 11 പേര് നടക്കുന്ന ഒരു ടീമിനെ കണ്ടുപിടിക്കണം. ആ ടീമിനെ വെച്ചുകൊണ്ട് മാത്രമേ എനിക്കിവിടെ പാസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അവൻ പറഞ്ഞ് സത്യമായിരിക്കുമോ? അല്ല, ഇനി സത്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് 8-ലെ കുറച്ച് പേര് എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ അവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഡൗട്ടുണ്ട്. അതുമാത്രമല്ല ബാക്കിയുള്ള കുറച്ച് പേരും കൂടെ ഞാൻ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അതെന്തായാലും രണ്ടാമത്തെ കാര്യം ഡോം സ്വിച്ച് ഉണ്ട്, അത് നോക്കാം. പക്ഷേ ഇപ്പോൾ എന്നെ ട്രെയിനിങ് ഫിനിഷ് ചെയ്യണം. ഞാനോ മാർഷൽ ആർട്സ് ബുക്കിൻ്റെ എല്ലാം തന്നെ നീ സ്കാൻ ചെയ്തില്ലേ? ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ഫ്ലോറിലെ ആദ്യ മാസ്റ്റർ 55 മാനുവൽസോളം ഞാനിവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് റേറ്റ് മാർഷൽ ആർട്സും സെക്കൻഡ് റേറ്റ് മാർഷൽ ആർട്സും കംപ്ലീറ്റ്ലി ഞാനിവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിനക്കത് സ്പെസിഫിക് ഉള്ള ഒരു പേഴ്സന്റെ എനർജി മൂവ്മെന്റ്സും വെച്ചുകൊണ്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും അത് പോസിബിൾ ആണ്. എങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ടെക്നിക്കായിട്ട് നമ്മുടെ 5 സോട്ട് റിച്വൽ ടെക്നിക്കിലെ അത് യൂസ് ചെയ്താൽ മതി അവതാറായിട്ട്. പിന്നെ കാണിക്കുന്ന ആ ഒരു അവതാറിനെ അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. കീടമേ, നീ എന്നാ നോക്കി നിൽക്കുവാണ്? നീ ഇങ്ങോട്ട് വരുന്നില്ലേ? നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു മുഖ്യത്തിന്റെ അവതാർ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയത്. മുഖ്യത്തിന്റെ അവതാർ കുറേ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കംപ്ലീറ്റ്ലി അതെല്ലാം ഡോഡ് ചെയ്ത് മാറും. എന്നിട്ട് തന്റെ കൈ പതുക്കെ നൂർത്തിയിട്ട് ഒരൊറ്റ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവന്റെ പെടലി കംപ്ലീറ്റ്ലി ഒടിഞ്ഞു പോയി. മുഖ്യത്തിന്റെ അവതാറിന്റെ നെക്ക് ഒടിഞ്ഞിരിക്കുന്നു. അവതാർ മരിച്ചിരിക്കുന്നു.
അല്ല കഴിഞ്ഞ ദിവസം ഞാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ആ താഴെ മാത്രമാണല്ലോ വീണത്, ഇപ്പൊ എന്ത് പറ്റി? മാസ്റ്റർ താങ്കൾ ഗ്രോ ചെയ്തിരിക്കുന്നു. ശരിയാണ്, എന്റെ ഇന്റൽ പവേഴ്സ് എല്ലാം കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നത് ഞാൻ വീണ്ടും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഇനി നോർമലി എനിക്ക് മുഖ്യത്തിന്റെ അവതാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനോ ഒരു കാര്യം ചെയ്യും, മുഖ്യത്തിന്റെ 10 അവതാരനെ ഇവിടെ യൂസ് ചെയ്യും. ആൻഡ് സെക്കൻഡ് റൈറ്റ് മാർഷൽ ആർട്സ് എല്ലാം ഡിഫറെന്റ് ആയിട്ട് അവർ യൂസ് ചെയ്യട്ടെ. എന്നിട്ട് 10 തരത്തിലുള്ള ഡിഫറെന്റ് ഉള്ള ടെക്നിക്ക് മുഖ്യത്തിന്റെ അവതാർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കി. അല്ല ഇതെങ്ങനെ ഇനി കൂടുതലാണ്, എനിക്ക് കുഴപ്പം കാണത്തില്ലായിരിക്കും അല്ലേ? ഡാ കീടമേ, നീ എന്നാ നോക്കി നിൽക്കുകയാണ്? നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ ഒന്ന് കൊല്ലുന്ന പറഞ്ഞിട്ട് അവതാസ് എല്ലാവരും കൂടെ ഒരേപോലെ അങ്ങോട്ട് കളിയാക്കാനായിട്ട് തുടങ്ങി. മാസ്റ്റർ അവതാറിന്റെ എണ്ണം കുറക്കണോ? ഒരു കുഴപ്പമില്ല, എല്ലാത്തിനെയും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അവനെ അറ്റാക്ക് ചെയ്യേണ്ടി വന്നത്. കുറച്ചധികം അറ്റാക്സ് അവനവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എല്ലാ അറ്റാക്സും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായ നേരെ മുകളിലേക്ക് ഡോഡ് ചെയ്തിട്ട് ഒരു അറ്റാക്ക് ചെയ്യേണ്ടി പോയി. പക്ഷെ ആ ചാട്ടത്തിന്റെ പവർ വളരെ കൂടുതലായിരുന്നു. അവൻ നേരെ പോയി റൂഫിൽ പോയി തലയിടിക്കുകയും അതേപോലെ തന്നെ മുഞ്ഞും കുത്തി നേരെ താഴത്തേക്ക് വീണിട്ടുകൊണ്ട് പോസിങ് അജുമിനേറ്റർ റിയാലിറ്റി കോപ്പ്. ഞാനതൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ റൂം എന്തുമാത്രം ചെറുതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയില്ല. ഈ അജുമിനേറ്റർ റിയാലിറ്റി വെച്ചുകൊണ്ട് ഇവിടെ അല്ല ഇത് പിന്നെ കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗാർഡുമായിട്ട് അമ്മേരെ വന്ന് ആ ക്രാക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഓ നീ സീലിംഗും പൊട്ടിച്ചല്ലേ, നീ ശരിക്കും ഒരു തലവേദന തന്നെയാണല്ലോ. ഞാൻ നിന്നെ മര്യാദക്ക് വാങ്ങിച്ചതായിരുന്നു. ഇനി നീ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ ഇവിടെ ബാൻ ചെയ്യുമെന്ന്. എന്നോട് ക്ഷമിക്കണം. നീ എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. പിന്നെ അവർ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ട്. അല്ല ഈ ഒരു റൂം ഇത് കംപ്ലീറ്റ്ലി വലുതാണല്ലോ, അത് മാത്രമല്ല നല്ല വീതിയുണ്ട്. തൽക്കാലം നീ ഇനി മുതൽ ഇവിടെ പ്രാക്ടീസ് ചെയ്താൽ മതി. എന്ത്? നിനക്കറിയാവുന്ന പോലെ സ്വന്തം പേഴ്സണൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ശിക്ഷാകരമാണ്. പക്ഷെ കുഴപ്പമില്ല, നീ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ മറ്റുള്ള വാള് ഇനിയും പൊട്ടിക്കുന്നതാണ്. അല്ല ഈ സ്ഥലം വലുതാണല്ലോ, ഇതെനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സത്യം പറഞ്ഞാൽ 4th എക്സാമിനേഷൻ പാസ്സായവർക്ക് മാത്രമേ ഈ റൂം കൊടുക്കാറായിട്ടുള്ളൂ. 4th എക്സാമിനേഷനോ? അത് മാത്രമല്ല അസെൻഡഡ് ആയുള്ള മാസ്റ്റർ ലെവലിലേക്ക് എത്തുകയും ചെയ്യണം. പക്ഷെ നീ അത് പാസ്സായിട്ടില്ല. തൽക്കാലം നീ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അല്ല എൻ്റെ സ്കിൽസ് അതിന് അവിടെ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും. നീ എന്താണ് വിചാരിച്ചത് സെൻട്രൽ സ്റ്റോൺ വാൾ അത്ര എളുപ്പമാണെന്നോ? നിനക്ക് അത്ര ലെവലില്ലെങ്കിൽ നിനക്കൊരിക്കലും അത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഇത് അഡമാൻഡിയൻ സ്റ്റോൺസ് ആണ്. നിനക്ക് എങ്ങനെ പോയാലും നിനക്കിവിടെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. നീ ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. സോ നീ ആക്സിഡൻസിനെ പറ്റി മറന്നേക്ക്. നീ കംപ്ലീറ്റ്ലി ട്രെയിൻ ചെയ്തോളൂ. അതെന്തായാലും നന്നായി. ഈ റൂം വെച്ചുകൊണ്ട് എനിക്ക് അജുമിനേറ്റർ റിയാലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനോ സമയം എത്രയായിരിക്കുന്നു? 9 മണി. അപ്പോൾ ഇനിയും സമയമുണ്ട്. മുഖ്യത്തിന്റെ അവതാരം വെച്ച് ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ട് നല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അല്ല ഞാനോ നിനക്ക് സാർ സിയോപോങ്ങിന്റെ അവതാരനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും. ഓ അങ്ങനെയാണ് എങ്കിൽ അതായിരിക്കും ബെറ്റർ. സാർ സിയോപോങ്ങിന്റെ ഒരു ഡൗൺ വേർഷൻ എന്ന് പറഞ്ഞത് 10 മുഖ്യത്തിന്റെ അവതാരനെ ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. അജുമിനേറ്റഡ് റിയാലിറ്റി സ്കാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സിയോപോങ്ങിന്റെ ആ ഒരു അവതാരനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക് അദ്ദേഹം യൂസ് ചെയ്താൽ മതി. ഓക്കെ മുഖ്യത്തിനെ കാണുന്നതിനെക്കാട്ടും കംപ്ലീറ്റ്ലി ഞാൻ എക്സൈറ്റഡ് ആണ് സാർ സിയോപോങ്ങിന്റെ ഈ ഒരു അവതാരനെ കാണാൻ നിർത്ത്. പക്ഷെ എനിക്കറിയാം ഇത് ജസ്റ്റ് ഒരു അവതാരമാണെന്ന്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യ, നീ എന്നെ വെല്ലുവിളിക്കാനായോ? ഞാനോ തൽക്കാലം സാർ സിയോപോങ്ങിനെ മ്യൂട്ട് ചെയ്തേ. തീർച്ചയായും അങ്ങനെ അവനെ മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് സാർ സിയോപങ് എന്ന് പറയുന്നത് ഈ ഡിമോൺ കളിയിലെ ടോപ്പ് 10 മാർഷൽ ആർട്സിൽ ഒരാളാണ്. സോ ഞാനവിടെ ഒട്ടും ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. അദ്ദേഹത്തിന് എങ്ങനെ പോലും എനിക്ക് അറ്റാക്ക് ചെയ്യണത് അദ്ദേഹത്തിന്റെ വീക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് ചെയ്യാൻ ചെന്നപ്പോഴാണ് സാർ സിയോപോങ്ങിന്റെ അവതാർ അവിടെ നിന്നുകൊണ്ട് അവന്റെ ഓൾമോസ്റ്റ് എല്ലാ അറ്റാക്സും കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തത്. അല്ല അദ്ദേഹത്തിന്റെ കോഡിഫൈഡുള്ള ഫോം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ താടിക്കിട്ട് ഒരു തട്ട് കൊടുക്കുകയും ചെയ്യും. ആ തട്ട് കിട്ടിയപ്പോൾ തന്നെ അവൻ്റെ കിളി പാറിയിട്ടുണ്ട്. ഈ സമയത്ത് ആ ഒരു അവതാർ കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് ഇരുന്നുണ്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.